നടൻ സന്തോഷ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു. മോഹൻലാലിന്റെ വലങ്കൈ. എങ്ങനെ വിശ്വസിക്കും ഈ മരണം? ഭാര്യയ്ക്കും ഗുരുതര പരിക്ക്. വാർത്ത കേട്ടപ്പോൾ പലർക്കും കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. താരങ്ങൾ മാത്രമല്ല, ആരാധകരും കടുത്ത വേദനയിലാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റ നടൻ സന്തോഷ് നായർ അന്തരിച്ചു. പത്തനംതിട്ട ഏനാത്ത് വെച്ചായിരുന്നു അപകടം. സന്തോഷ് നായർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ സന്തോഷിന്റെ ഭാര്യ ശുഭശ്രീക്കും ഗുരുതര പരിക്കേറ്റു. ചികിത്സയിലിരിക്കെ സന്തോഷിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്നു സന്തോഷും ഭാര്യയും. സന്തോഷാണ് വാഹനം ഓടിച്ചത്. നടൻ സഞ്ചരിച്ച ഇന്നോവ കാർ എതിരെ വന്ന ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ വെട്ടിപ്പൊളിച്ചാണ് സന്തോഷിനെയും ഭാര്യയെയും പുറത്തെടുത്തത്. നാട്ടുകാർ ഉടനെ അടൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും താരം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ട്രക്ക് ഡ്രൈവർക്കും പരിക്കുണ്ട്. ഇന്ന് പുലർച്ചെ 6:30 അപകടം. MG കോളേജിൽ മോഹൻലാലിന്റെ ജൂനിയറായിരുന്നു താരം. 1982 പുറത്തിറങ്ങിയ ഇതു ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിലൂടെയാണ് സന്തോഷ് സിനിമാ രംഗത്തേക്ക് എത്തിയത്. പ്രദർശനം തുടരുന്ന മോഹിനിയാട്ടം ആണ് ഏറ്റവും അവസാനമായി അഭിനയിച്ച ചിത്രം. വില്ലൻ, നായകൻ, സഹനടൻ, ഹാസ്യനടൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന വേഷങ്ങളിൽ 100-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ മോഹൻലാലിന്റെ വലങ്കയ്യായുള്ള വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. 1960 നവംബർ 12 തിരുവനന്തപുരത്ത് CN കേശവൻ നായരുടെയും P രാജലക്ഷ്മി അമ്മയുടെയും മകനായാണ് ജനനം. സുരേഷ് ഗോപി അനുസ്മരിക്കുന്നത് ഇങ്ങനെ: വെറുമൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഉപരിയായി എന്റെ ജീവിതയാത്രയിൽ എപ്പോഴും കൂടെയുണ്ടായിരുന്ന സഹോദര തുല്യനായ ഒരാളായിരുന്നു സന്തോഷ്. പ്രിയപ്പെട്ടവന്റെ വിയോഗം സൃഷ്ടിച്ച ശൂന്യത വാക്കുകൾക്ക് അപ്പുറമാണ്. പ്രിയ സുഹൃത്തിന് കണ്ണീരോടെ വിട. ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നാണ്. മലയാള സിനിമയിലെ എല്ലാ നടീനടന്മാരും താരത്തിന്റെ മരണത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ആദരാഞ്ജലികളോടെ ഞങ്ങളും ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.